വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ കുറെ നാളത്തെ ഗ്യാപ്പിന് ശേഷം ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. ഞാൻ ലാസ്റ്റ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തത് യു എയിൽ എത്തിയിട്ടുള്ള ആ ഒരു വ്ളോഗാണ് ലാസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത ലോങ് വീഡിയോ. അപ്പൊ കുറെ പേര് ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് യൂട്യൂബ് ടിപ്സ് ഒക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളുടെ ആ ഒരു വീഡിയോസിന്റെ ആ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യാന്ന്. കാരണം യൂട്യൂബ് ടിപ്സ് പറഞ്ഞ് വീഡിയോ ചെയ്യണ സമയത്ത് കുറെ പേർക്ക് ഡൗട്ടും അതുപോലെ തന്നെ കുറെ പേര് ഞാൻ പ്രതീക്ഷിക്കാത്ത അത്രയും പേര് എന്റെ വീഡിയോസ് കണ്ടിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയി. അതുപോലെ തന്നെ കുറെ പേര് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി. അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൂടാന്ന്. അങ്ങനെയാണ് ഞാൻ വീണ്ടും ഈ ഒരു യൂട്യൂബ് ടിപ്സിന്റെ വീഡിയോ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ യൂട്യൂബിന്റെ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും. ഞാൻ അത്ര വലിയ യൂട്യൂബിന്റെ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും അറിയണ ആളല്ല. പക്ഷെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എന്റെ ചാനൽ ഞാൻ എങ്ങനെയാണോ ഇത്രയും എത്തിച്ചത് ആ ഒരു കാര്യം എനിക്ക് അറിയുന്നതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. എന്റെ ചാനൽ ഈ ഒരു 1,90,000 ആയിപ്പോ 90,000 അല്ലേ പറയാ 2 ലക്ഷം ആവാറായി. അപ്പൊ അത് മാത്രല്ല അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആണ്. അപ്പൊ ഇതൊക്കെ ആവാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പുതിയ യൂട്യൂബേഴ്സിന് എന്നെ പോലുള്ള ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് ഉപകാരപ്പെടും എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് ഞാൻ അത്ര വലിയ കാര്യങ്ങൾ യൂട്യൂബിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടൊന്നല്ല കേട്ടോ സംസാരിക്കുന്നത്. അത് ആദ്യം തന്നെ പറയാണ്. പക്ഷെ നിങ്ങൾക്ക് എന്റെ പണ്ടത്തെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കുറേ അധികം പേര് നല്ല പോസിറ്റീവ് കമന്റ്സ് ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിയിട്ടുണ്ട്. കാരണം ഇത്രയും നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് നമ്മളുടെ ഈ ഒരു യൂട്യൂബ് ടിപ്സ് ഒക്കെ പറയുന്ന വീഡിയോസിന് കിട്ടുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാരണം എന്നേലും നല്ല അടിപൊളിയായിട്ട് യൂട്യൂബിന്റെ കാര്യങ്ങളും ടിപ്സ് ഒക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങാനും അതേപോലെ വീഡിയോസ് ഇടാനൊക്കെ ഒരു മോട്ടിവേഷൻ ആയി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടും. ഞാൻ ഡെയിലി ഇതുപോലെ യൂട്യൂബിന്റെ ലോങ് വീഡിയോസിന് വന്നിട്ടുള്ള കമന്റ്സ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു കമന്റ് എങ്കിലും എന്തായാലും ഉണ്ടാവും വളരെയധികം ഉപകാരപ്പെട്ടു, നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് തന്നെ ഒരു പ്രൗഡ് ഫീലിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. ഞാൻ സംസാരിച്ച് തുടങ്ങിയാൽ ഇങ്ങനെ വളവള പറയും. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിൽ നിന്ന് നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ്. അപ്പൊ യൂട്യൂബിന്റെ ഏർണിങ്സിന്റെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് കുറച്ച് പേർക്ക് അതായത് 2 ടൈപ്പ് കാറ്റഗറി ഉണ്ട്. കുറച്ച് പേരുടെ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ പൈസ വന്നുകൊണ്ടിരിക്കും, അത്രയും സിമ്പിൾ ആണ് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാന്നാണ് കുറച്ച് പേരുടെ ചിന്താഗതി. പക്ഷെ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിൽ യൂട്യൂബിൽ നിന്നൊക്കെ ഇപ്പൊ എന്ത് കിട്ടാനാ ആ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. അപ്പോ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ യൂട്യൂബ് ചാനൽ ഉള്ള ആളാണ്, അതിൽ നിന്നൊരു ഏർണിങ്സ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്കും ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. കുറെ പേരുണ്ടാവും നമ്മളെ കളിയാക്കാനായിട്ട്. ഇത്രയും നാളില്ലാത്ത ആൾക്കാർ നമ്മളെ കളിയാക്കാൻ വരാം. പക്ഷെ ആ ഒരു ചാനൽ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഈ കളിയാക്കിയവർ തന്നെ ആയിരിക്കുള്ളൂ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റിൽ ഉണ്ടാവുക. അപ്പോ നിങ്ങളൊരു ചാനൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അധികം ആരോടൊന്നും പറയാൻ നിൽക്കണ്ട. എന്നിട്ട് നിങ്ങൾ ചാനൽ തുടങ്ങുക, വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുക. കൺസിസ്റ്റന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിലൊരു എന്താ പറയാ സക്സസ്ഫുൾ ആവാൻ പറ്റും. എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. ഞാൻ നാട്ടിലുള്ള സമയത്ത്, ഇവിടെ വന്നപ്പോഴാണ് പിന്നെയും ഉഴപ്പ് തുടങ്ങിയത്. നാട്ടിലുള്ള സമയത്ത് ഞാൻ ഒരു ദിവസം പോലും വീഡിയോ ഇടാണ്ടിരുന്നിട്ടില്ല. എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടാണ് എനിക്ക് എന്റെ ചാനൽ മോണിറ്റൈസ് ആക്കാനും അതുപോലെ തന്നെ ഇത്ര സബ്സ്ക്രൈബേഴ്സിന് കിട്ടാനും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് അത്ര വലുതല്ലെങ്കിലും ചെറിയൊരു എമൗണ്ട് എല്ലാ മാസവും ഏൺ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെ പോലെ ഇതുപോലെ സൈഡ് ഇൻകം ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല് എളുപ്പമാണോന്ന് ചോദിച്ചാൽ എളുപ്പമല്ല, എന്നാൽ അത്രയ്ക്ക് ബുദ്ധിമുട്ട് നടക്കാത്ത കാര്യമാണെന്ന് വെച്ചാൽ അതുമല്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന സംഭവമാണ്. പക്ഷെ നമ്മൾ ഇതിലാകെ ചെയ്യേണ്ടത് നമ്മളുടെ എഫേർട്ട് ഇടുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചാനൽ മോണിറ്റൈസ് ആവാനായിട്ട് എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. അതിനു മുന്നേ നമ്മൾക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് ഏതൊക്കെ രീതിയിലാണ് വരുമാനം, അതായത് ഏർണിങ്സ് ഉണ്ടാവാന്നുള്ളത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ യൂട്യൂബിൽ നിന്ന് ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ടോട്ടൽ 5 ടൈപ്പ് ഏർണിങ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ആണ് ആഡ് റവന്യൂ. അതായത് നമ്മളുടെ ലോങ് വീഡിയോസിൽ നിന്ന് വരുന്ന ആഡ്സിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിനാണ് ആഡ് റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ്സെൻസ് ആയിട്ട് നമ്മളുടെ യൂട്യൂബ് ചാനൽ ലിങ്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലും ഗൂഗിൾ ആഡ്സെൻസും തമ്മിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ലോങ് വീഡിയോസിൽ ആഡ് വരാൻ തുടങ്ങും. അപ്പോൾ ആ ആഡ്സ് നമ്മളുടെ ഓഡിയൻസ് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ടു ബി ഓണസ്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ കയറുന്നത് ആ ലോങ് വീഡിയോസിൽ നിന്നാണ് കേട്ടോ.
ലോങ് വീഡിയോസിൽ നമ്മളുടെ ഓഡിയൻസ് വീഡിയോ കാണുന്നതിന്റെ ഇടയിൽ വരുന്ന ആഡ്സിൽ നിന്ന് നമുക്ക് റവന്യൂ കയറും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഏർണിങ്സ് കിട്ടുന്നത് ഷോർട്സിൽ നിന്നാണ്. ഷോർട്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില ഷോർട്സ് കാണുന്ന സമയത്ത് വീഡിയോയുടെ മുകളിലായിട്ട് ഒരു പ്രൊഡക്റ്റിന്റെ ഇമേജ് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളുടെ ഓഡിയൻസ് ആ ഒരു പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ചെറിയൊരു കമ്മീഷൻ കിട്ടും. അപ്പോൾ അതാണ് സെക്കൻഡ് വൺ. ഇതിന് പറയുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇൻകം ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ കാറ്റഗറിയാണ് സ്പോൺസർഷിപ്പ്. അതായത് മറ്റുള്ള കമ്പനീസ് അവരുടെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ വീഡിയോസിന് പൈസ കൊടുക്കും. അങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് ചെറിയൊരു വരുമാനം കിട്ടുന്നത്. അതാണ് സ്പോൺസർഷിപ്പ് ആഡ്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് മെമ്പർഷിപ്പ്. അതായത് നിങ്ങൾക്ക് അറിയാലോ, നമ്മളുടെ ചാനലിൽ നമ്മളുടെ ഓഡിയൻസിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് വീഡിയോസ് കാണാനായിട്ട് പറ്റും. അവർക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ നമ്മളുടെ ആ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടന്റ് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ കുറെ പേര് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതാണ് മെമ്പർഷിപ്പ്. ഇനി ലാസ്റ്റ് വരുന്നത് സൂപ്പർ ചാറ്റ് ആണ്. അത് ലൈവ് ഒക്കെ ചെയ്യുന്നവർക്ക് ആണ് കിട്ടുന്നത്. അതിനെപ്പറ്റി എനിക്ക് വല്ലാണ്ട് അറിയില്ല. അപ്പോൾ ഇത്രയും 5 വഴികളാണ് യൂട്യൂബിൽ നിന്ന് ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ആഡ് റവന്യൂ, അതായത് ലോങ് വീഡിയോസിൽ നിന്ന് നമുക്ക് വരുന്ന ആഡ്സും അതുപോലെ തന്നെ ഷോർട്സിൽ നമുക്ക് വരുന്ന ആ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗും. ഈ 2 കാര്യങ്ങളാണ് ഏർണിങ്സ് വരാനായിട്ട് എന്നെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, യൂട്യൂബ് ചാനൽ തുടങ്ങി നമുക്ക് വരുമാനം കിട്ടി തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. കുറെ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. നമ്മളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് എത്തിയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നമ്മളുടെ ലോങ് വീഡിയോസ് വെച്ചിട്ടാണ് നമ്മൾ മോണിറ്റൈസേഷൻ ആക്കുന്നതെന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോസിന് 1 ഇയറിനുള്ളിലായിട്ട് നമ്മൾ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവണം. എല്ലാം നമ്മൾ ഷോർട്സ് ഇട്ടിട്ടാണ് മോണിറ്റൈസേഷൻ ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ 3 മാസം കൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സിന് 10 മില്യൺ വ്യൂസ് കിട്ടിയിട്ടുണ്ടാവണം. ഈ 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നും, അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സും ആയി കഴിഞ്ഞാൽ നമ്മളുടെ ചാനൽ മോണിറ്റൈസ് ആവും. ഇനി നിങ്ങളൊരു ബിഗിനർ ആണ്, നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ള A to Z കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മുന്നേ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ആ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വീഡിയോ ഇടാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിനെ പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ വീഡിയോയിൽ പറയാം, ഈ വീഡിയോയുടെ കമന്റ്സിൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. അത് കാണുമ്പോഴാണ് എനിക്ക് അടുത്തടുത്ത വീഡിയോസ് ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും എന്റെ വീഡിയോസിന് താഴെ കമന്റ് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ലാസ്റ്റ് ടൈം ഈ യൂട്യൂബ് ടിപ്സ് ഒക്കെ വീഡിയോ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിന് താഴെ വന്നിട്ടുണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടായിരുന്ന കമന്റ് ആണ് യൂട്യൂബിൽ നിന്ന് വരുന്ന റവന്യൂ, അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ്സ് ആയിട്ട് പറയാം. അത് നോക്കിയിട്ട് ഞാൻ അതിനനുസരിച്ച് എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഇനി യൂട്യൂബിൽ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ബുക്കും പേന എടുത്ത് വന്നോ. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ എടുത്ത് ചാടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാതെ കറക്റ്റ് ആയിട്ട് ഒരു പ്ലാൻ, ഒരു 2 ദിവസമെങ്കിലും നിങ്ങൾ ഇരുന്നിട്ട് കറക്റ്റ് ആയിട്ട് എന്താണ് എന്റെ നീഷ്, അതായത് എന്ത് കാറ്റഗറി ഓഫ് കണ്ടന്റ് ആണ് ഞാൻ ഇടാൻ പോകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചാനൽ തുടങ്ങുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ആവേശത്തിന്റെ പുറത്ത് ചാനൽ തുടങ്ങുകയും ചെയ്യും. എന്നാൽ എന്ത് വീഡിയോസ് ആണ് ഇടേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ആയിട്ട് അതങ്ങനെ സ്റ്റോപ്പ് ആയി പോകും. ഇപ്പൊ ഞാനൊക്കെ ചാനൽ തുടങ്ങിയ സമയത്ത് ഇത് കുറെ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറെ ദിവസം ഞാൻ ഇതിന്റെ പിന്നിൽ ഇരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ഡൗട്ട് ആയിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചത് ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങാനാണ്. പിന്നെ ഞാൻ വിചാരിച്ചു കുക്കിംഗ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അത്ര അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്ന ആളൊന്നല്ല. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് അറിയുന്നതും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാനാണ്. അങ്ങനെയാണ് ഞാൻ ക്രാഫ്റ്റ് ചാനൽ തുടങ്ങിയത്. പിന്നെ പതുക്കെ ഇപ്പൊ ചെറുതായിട്ട് വ്ളോഗ് ഒക്കെ ഇടുന്നുണ്ട്. അങ്ങനെ നമ്മൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഏത് കാറ്റഗറി സെലക്ട് ചെയ്താലാണോ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനത്തെ കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ കാറ്റഗറി ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാം. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരു പണിയില്ല, സിമ്പിൾ ആണ്. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ഇവിടെ മറ്റേ ഐ ബട്ടണിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ കാറ്റഗറി പ്ലാൻ ചെയ്തു, അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങൾ വീഡിയോസ് ഇടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു ദിവസം പോലും മുടക്കാതെ വീഡിയോ ഇടുക.
അത് നിർബന്ധമായിട്ട് ചെയ്യുക. കാരണം അത് നിർബന്ധമാണെന്നല്ല, പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് പെട്ടെന്ന് ഒരു ഗ്രോത്ത് ഉണ്ടാവും. അതല്ലാതെ വീഡിയോസ് ഇടുന്നവരും ഉണ്ട് കേട്ടോ. ഡെയിലി അല്ലാതെ ഒന്നരാടും അതുപോലെ 2 ദിവസം ഇടവിട്ടിട്ട് വീഡിയോസ് ഇടുന്നവരൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. ഡെയിലി വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഓഡിയൻസിലേക്ക് നമ്മളുടെ വീഡിയോസ് പെട്ടെന്ന് റീച്ച് ആവും. അങ്ങനെ നമ്മൾ ഡെയിലി കണ്ട് കണ്ട് ഓഡിയൻസിന് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് അവർ സബ്സ്ക്രൈബ് ചെയ്യും. ആ ഒരു രീതിയിലാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഡെയിലി വീഡിയോ ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ നമ്മൾ എന്തായാലും കൺസിസ്റ്റന്റ് ആയിരിക്കണം. യൂട്യൂബിന്റെ മെയിൻ സക്സസിന്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി തന്നെയാണ്. അത് ഞാൻ എപ്പോഴും പറയും. അപ്പോൾ പ്രോപ്പർ ആയിട്ടൊരു പ്ലാനിങ്ങും ഒരു ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ വീഡിയോസ് ഇടാൻ തുടങ്ങി കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചെയ്യേണ്ടതാണ് ഷോർട്സ് അപ്ലോഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ ലിങ്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക, അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക, അങ്ങനെ ഒന്നും ആരും ചെയ്യരുത്. അതിന്റെ കാരണം എന്താണെന്ന് മുന്നത്തെ വീഡിയോസിലും ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ പണ്ട് മുതൽ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താ സംഭവം എന്നുള്ളത് കത്തിയിട്ടുണ്ടാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ലിങ്ക് അയച്ച് നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്നവരൊന്നും നമ്മുടെ ചാനലിൽ നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും കാണണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ നമുക്ക് ജെനുവിൻ ആയിട്ട് കിട്ടുന്ന, അതായത് നമ്മളുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ മാത്രം മതി. അല്ലാതെ നമ്മൾ ഒരാളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കരുത് കേട്ടോ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പുതിയതായിട്ടുള്ള യൂട്യൂബർ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമുക്കിപ്പോൾ ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 പേര് പോലും ആ വീഡിയോ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിന് മനസ്സിലാവുന്നത് എന്താണ്, നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനൊന്നും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മുടെ യൂട്യൂബ് എന്ത് ചെയ്യും, നമ്മളെ വീഡിയോസ് ഒന്നും അധികം ആൾക്കാരിലേക്ക് റെക്കമെൻഡ് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരാളെ ഫോഴ്സ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം കുറെ നാളായില്ല ഇതുപോലൊരു ലോങ് വീഡിയോ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ പണ്ടത്തെ ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്ത് സെറ്റ് ആയിട്ട് നിങ്ങൾക്കുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഇനി ഡെയിലി വീഡിയോസ് ഇടണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ എന്തായാലും ഷെയർ. അത് മാത്രമല്ല എൻ്റെ ഫോണിൽ സ്റ്റോറേജ് കഴിഞ്ഞു, അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് പറ്റൂല. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ സ്പെഷ്യൽ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കറിയുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്ന് മാത്രമാണ്. കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെ ലിങ്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അത് മാത്രമല്ല ഫോണിൽ സ്റ്റോറേജ് സ്പേസ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡിൽ സംസാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട്, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെയും ബൈ.